ABC അപ്ഡേറ്റ്സ്. ഇതാണ് നുമ്മ പറഞ്ഞ കൊച്ചി, യഥാർത്ഥ കൊച്ചിയുടെ കഥ. കേരളത്തിന്റെ അഭിമാന നഗരമാണ് കൊച്ചി. കൊച്ചു കേരളത്തിന്റെ വ്യവസായ നഗരം എന്ന നിലയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നഗരവും ജില്ലയും. അറബിക്കടലിന്റെ റാണി എന്നാണ് കൊച്ചിയെ വിശേഷിപ്പിക്കുന്നത്. വളരെ കാലം കൊണ്ടാണ് കൊച്ചി ഇന്നു കാണുന്ന വിധമായതെന്ന് നമുക്കറിയാം. ചതുപ്പു നിലത്തിൽ കെട്ടിപ്പൊക്കിയെടുക്കുകയായിരുന്നു കൊച്ചിയെ. എന്നാൽ കൊച്ചിയെക്കുറിച്ച് ഇന്നുള്ള പുതുതലമുറയ്ക്ക് അറിയാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അവ എന്താണെന്ന് നോക്കാം. പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിലാണ് ആദ്യകാലത്ത് കൊച്ചി അറിയപ്പെട്ടിരുന്നത്. കൊച്ചി രാജ്യത്തിന്റെ ആദ്യകാല ആസ്ഥാനം പെരുമ്പടപ്പ് ഗ്രാമത്തിൽപ്പെട്ട ചിത്രകൂടം കൊട്ടാരത്തിലായിരുന്നു. പ്രകൃതിദത്ത തുറമുഖമായിരുന്നു കൊച്ചി. കൊച്ചാഴി എന്നായിരുന്നു ആദ്യത്തെ പേര്. കൊച്ചാഴി ചുരുങ്ങിയാണ് കൊച്ചി എന്നായി മാറിയത്. 14ാം നൂറ്റാണ്ട് മുതലാണത്രേ കൊച്ചാഴി കൊച്ചി എന്നറിയപ്പെടാൻ തുടങ്ങിയത്. മാത്രമല്ല, യൂറോപ്പുകാരാണ് അവരുടെ ഉച്ചാരണ സൗകര്യത്തിനു വേണ്ടി കൊച്ചിൻ എന്നാക്കി പരിഷ്കരിച്ചത്. എന്നാൽ വിദേശികളൊക്കെ പോയി കഴിഞ്ഞ് കേരളത്തിലെ സ്ഥലപ്പേരുകൾ മലയാളീകരിക്കുന്നതിന്റെ ഭാഗമായി 1996 കൊച്ചി എന്ന പേര് പുനഃസ്ഥാപിക്കുകയുണ്ടായി. ഋഷിനാഗക്കുളം എന്നാണ് എറണാകുളത്തിന്റെ പഴയ പേര്. കടലിനോട് ചേർന്നു കിടക്കുന്ന പ്രദേശമായതിനാൽ പുരാതന കാലം മുതലേ ലഭിച്ച പേരാണ് ഇത്. പഴയ നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവയിലെ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല രൂപീകരിച്ചത്. എറണാകുളത്തേക്ക് ചെന്നുകഴിഞ്ഞാൽ ഇന്ന് മൊത്തം കോൺക്രീറ്റ് കെട്ടുകളാണല്ലോ. പഴയ കൊച്ചി എങ്ങനെയായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എറണാകുളത്തെ ഓരോ സ്ഥലത്തിനും അഭൂതപൂർവമായ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. വസ്ത്രശാലകളുടെ കേന്ദ്രമാണ് ഇന്ന് പത്മ ജംഗ്ഷൻ. എന്നാൽ പണ്ട് പത്മ പുഞ്ചപ്പാടമായിരുന്നു. മാത്രമല്ല, ബാനർജി റോഡ് മുതൽ പാലാരിവട്ടം വരെ തോടുമായിരുന്നു. കൊച്ചിയുടെ മുഖമുദ്രയാണ് ഇന്ന് ലുലു മാൾ. കേരളത്തിന്റെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നാണ് ഇത് എന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ ലുലു മാൾ ഇരിക്കുന്ന പ്രദേശം പണ്ട് കുറുക്കന്മാർ വാണിരുന്ന കാടായിരുന്നു. ലുലു മാളിന്റെ ഒരു ഭാഗത്ത് കാണുന്ന ഓവുചാലില്ലേ, ഇന്ന് ഓവുചാലായി പോയ ആ കനാലിലൂടെയായിരുന്നു തൃക്കാക്കര അമ്പലത്തിലേക്ക് വള്ളസദ്യക്ക് രാജാവ് എഴുന്നള്ളിയിരുന്നത്. വിദേശികളും സ്വദേശികളും ആകർഷിക്കുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിനും ഉണ്ടായിരുന്നു ഒരു പ്രത്യേകത. എന്താണെന്നല്ലേ? കൊച്ചി കായലിലെ മണ്ണ് കോരിയിട്ടാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം, കാരണം സത്യം അതാണ്. ബ്രിട്ടീഷ് ഭരണാധികാരി സർ റോബർട്ട് ബ്രിസ്റ്റോയുടെ കാലത്താണ് വെല്ലിംഗ്ടൺ ഐലൻഡ് നിർമ്മിക്കപ്പെടുന്നത്. കേരളത്തിൽ തന്നെ ഏറെ വികസിച്ച 2 റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ളത് എറണാകുളത്താണല്ലോ. എന്നാൽ കൊച്ചിയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നറിയാമോ? ഇന്ന് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നതിന് പിന്നിൽ മംഗളവനം കാണുന്ന പിന്നിലാണ് കൊച്ചിയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. 1902 കൊച്ചിയിലെ ആദ്യത്തെ തീവണ്ടി എത്തിയത്. ഇപ്പോഴത്തെ ബോട്ട് ചെട്ടിയിലാണ് ആദ്യകാലത്ത് KSRTC ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്തിരുന്നത്. ഇന്നത്തെ KSRTC ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം 1972 വിജന പ്രദേശമായിരുന്നു. കൊച്ചിയിലെ കെട്ടിടങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. ഇന്ന് ഒരുപാട് ബഹുനില കെട്ടിടങ്ങളും അല്ലാതെ വിസ്താരമുള്ള കെട്ടിടങ്ങളും കൊച്ചിയിലുണ്ട്. എന്നാൽ എറണാകുളത്തെ ആദ്യത്തെ ഉയരം കൂടിയ കെട്ടിടം എന്നറിയപ്പെടുന്നത് ഹോട്ടൽ സീലോഡ് ആയിരുന്നു. മേനക ജംഗ്ഷനിൽ മറൈൻ ഡ്രൈവിന് എതിർവശത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ചെറിയ വിലയ്ക്ക് കൊച്ചിയിൽ എന്തു സാധനവും കിട്ടുന്ന സ്ഥലമാണ് പെന്റ മേനക. എന്നാൽ പെന്റ മേനക ഒരു കാലത്ത് സിനിമാ തിയേറ്റർ ആയിരുന്നുവെന്ന് കേട്ടാൽ വിശ്വസിക്കുമോ? അതെ, പെന്റ മേനക ഒരു കാലത്ത് തിരക്കേറിയ സിനിമാ തിയേറ്റർ ആയിരുന്നു. ഇവിടെ സിനിമ തുടങ്ങുന്നതിന് മുൻപ് കോളാമ്പി പാട്ട് വയ്ക്കുമായിരുന്നു അത്രേ. നീലക്കുയിൽ, ഒരാൾ കൂടി കള്ളനായി, ഈ സിനിമകൾ ഇവിടെയാണ് റിലീസ് ചെയ്തത്. ഹിറ്റായ ഭാര്യ എന്ന സിനിമ പത്മയിലൂടെയാണ് പ്രദർശനത്തിനെത്തിയത്. ഇന്ന് ഗതാഗത കുരുക്ക് ഒഴിയാത്ത കൊച്ചിയുടെ നഗരഭാഗമാണ് വൈറ്റില. എന്നാൽ 1972 ആരോരും അറിയാത്ത കൊച്ചു ഗ്രാമമായിരുന്നു വൈറ്റില. പൂണിത്തുറ വില്ലേജ് ഓഫീസ് ഈ കവലയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. മാത്രമല്ല, കടവന്ത്രയിൽ റോഡിന് ഇരുവശവും പൊക്കാളി കൃഷി നടത്തിയിരുന്നു. പാടശേഖരം എന്നർത്ഥമുള്ള വയൽ തലയാണ് വൈറ്റിലയായി മാറിയത്. കൊച്ചിയിലെ തിരക്കേറിയ ഭാഗങ്ങളിൽ ഒന്നാണ് MG റോഡ്. ധാരാളം വ്യവസായ സ്ഥാപനങ്ങളാണ് MG റോഡിന്റെ ആകർഷണം. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ, ജ്വല്ലറികൾ, അങ്ങനെ കൊച്ചിയുടെ ഷോപ്പിംഗ് സാധ്യതകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ഇത് എന്നതിൽ സംശയമില്ല. ഈ MG റോഡ് സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോഴാണ്. എന്നാൽ അക്കാലത്ത് അത്രയും വലിയ റോഡ് പണിതപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അയ്യപ്പനു നേരെ ഉയർന്നത്. എന്നാൽ കൊച്ചി എന്നും കൊച്ചു കൊച്ചിയായിരിക്കില്ല എന്നു മറുപടി നൽകിയാണ് സഹോദരൻ അയ്യപ്പൻ അന്ന് ആ ആരോപണങ്ങളെ നേരിട്ടത്. മാത്രമല്ല, MG റോഡ് മൊത്തം ഒരു നിലമായിരുന്നു. ഇന്ന് കൊച്ചിയെ അലങ്കരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് മെട്രോയാണ്. സിറ്റി ബസ്സുകളും KSRTCകളും ഊബറും കൊച്ചിയുടെ ഗതാഗത സംവിധാനങ്ങൾ അനവധിയാണ്.
മാത്രമല്ല ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ ബോട്ടുകളും ജങ്കാറുകളും കൊച്ചിക്കുണ്ട്. എന്നാൽ 1960 കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് ആൾ വലിക്കുന്ന വലിയ റിക്ഷ വണ്ടികളായിരുന്നു. പിന്നീട് സൈക്കിൾ റിക്ഷയും ഓട്ടോറിക്ഷയും ആ സ്ഥാനത്ത് വന്നു. എറണാകുളത്തിന്റെ അഭിമാനമായി മാറിയ വിദ്യാഭ്യാസ കേന്ദ്രമാണ് എറണാകുളം ലോ കോളേജ്. എന്നാൽ ഈ കോളേജ് പണ്ട് കൊച്ചി രാജ്യത്തിന്റെ നിയമസഭയായിരുന്നു. മാത്രമല്ല മഹാരാജാസ് കോളേജിന് സമീപത്തെ കണയന്നൂർ താലൂക്ക് ഓഫീസായിരുന്നു ആദ്യകാല എറണാകുളം ജില്ലാ കളക്ടറേറ്റ് എന്നതും വസ്തുതയാണ്. വൈപ്പിൻ കരയ്ക്കുമുണ്ട് ആരും അറിയപ്പെടാത്ത ഒരു പ്രത്യേകത. 1341 പ്രളയത്തിൽ പൊങ്ങി വന്നതാണ് വൈപ്പിൻ കര എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചന്ദ്രഗുപ്തന്റെ ഭരണകാലത്ത് ഗ്രീക്ക് സ്ഥാനപതിയായിരുന്ന മെഗസ്തനീസ് എഴുതിയ ഇൻഡിക് എന്ന ഗ്രന്ഥത്തിലാണ് ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത്. മാത്രമല്ല ക്രിസ്തുവിന് മുമ്പ് കൊച്ചി തുറമുഖം ഇല്ലായിരുന്നുവെന്നതും അത് പിന്നീട് കടലിൽ നിന്ന് ഉയർന്നു വന്നതാണ് എന്നതിനുമുള്ള തെളിവുകളും ഈ ഗ്രന്ഥത്തിലുണ്ട്. ഇന്ന് അറബിക്കടലിന്റെ റാണി എന്നും കേരളത്തിന്റെ വാണിജ്യ നഗരം എന്നുമൊക്കെയാണ് കൊച്ചി അറിയപ്പെടുന്നതെങ്കിൽ കൊച്ചിയിലെത്തിയ വിദേശികളെല്ലാം തന്നെ കൊച്ചിക്ക് ചെല്ലപ്പേരുകൾ നൽകിയിരുന്നു. ബ്രിട്ടീഷുകാർ മിനി ഇംഗ്ലണ്ട് എന്നും ഡച്ചുകാർ ഹോംലി ഹോളണ്ട് എന്നും പോർച്ചുഗീസുകാർ ലിറ്റിൽ ലിസ്ബൺ എന്നും കൊച്ചിയെ വിളിച്ചിരുന്നു. അറിയും തോറും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു നഗരമാണ് കൊച്ചി. കൊച്ചിയുടെ ഓരോ മുക്കിലും മൂലയിലും ചരിത്രമുറങ്ങുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇത് കൊച്ചിയുടെ മാത്രം കാര്യമല്ല കേട്ടോ. കേരളത്തിന്റെ ഓരോ ജില്ലയ്ക്കും പ്രദേശത്തിനും അതിൻ്റെതായ ചരിത്ര പ്രാധാന്യവും അറിയപ്പെടാത്ത കഥകളുമുണ്ട്. എന്നാൽ വർഷം കഴിയുന്തോറും അവയെല്ലാം മൺമറഞ്ഞു പോകുന്നുവെന്നതാണ് വാസ്തവം. ഇവിടെ പ്രാധാന്യം തിരിച്ചറിയാൻ വരും തലമുറയ്ക്കും കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ABC അപ്ഡേറ്റ്സ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.